എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി നോക്കാം. ചായയുടെ കൂടെയും കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ്. അതുപോലെ കൊച്ചുകുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ ചായയുടെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ, അതായത് അധികം വഴറ്റലോ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലറ്റാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, വലുതാണ്. അതുപോലെ തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും മുട്ടയും ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് കൈവച്ചിട്ട് ഉടച്ചാലും മതി, പക്ഷേ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് പച്ചമുളക് വേണം. കൊച്ചുകുട്ടികളാണെങ്കിൽ പച്ചമുളക് കുറേശ്ശെ ചേർക്കാം. ഞാനിവിടെ ബജി മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവുണ്ടാവില്ല, അതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഉള്ളിയൊന്നും വഴറ്റിയല്ല നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രൈഡ് ഉള്ളി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവാള കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇപ്പം ഇവിടെ കിട്ടാനില്ല, നമ്മുടെ നാട്ടിലും കിട്ടാനില്ലായിരിക്കും, അപ്പോൾ ഉള്ളവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ഉരുട്ടുമ്പോൾ കുറച്ച് ലൂസായി പോകാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. പക്ഷേ ഇത് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ലൂസായി പോകാനുള്ള ചാൻസ് ഇല്ല, നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇത് ഒരുപാടങ്ങ് ലൂസായി പോവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ ആക്കിയെടുക്കാവുന്നതാണ്. നമ്മളിതുപോലെ ഒരു 13 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മുട്ടയുടെ വെള്ളയിൽ മുക്കി നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് കയ്യിൽ റവ ഉണ്ടെങ്കിൽ റവ എടുത്താലും മതിയാകും. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയ ബ്രെഡ് ക്രംസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിലും കൂടെ ഈ ഒരു കട്ട്ലേറ്റ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രസ് ചെയ്യരുത്, ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയും ഫ്രൈ ചെയ്യാം, കുറച്ച് എണ്ണയിൽ തിരിച്ചു മറിച്ചു വിട്ടും ഫ്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഡീപ് ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടിലാണ് വേണ്ടത്, ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ നിറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പൊടിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരുപാട് സാധാരണ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എണ്ണയിൽ എല്ലാം വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് മിക്സാക്കി നമ്മൾ എടുത്താൽ മതി. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ചു തരിക. അതുപോലെ തന്നെ നമ്മുടെ ഡാൽഗണ കോഫി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു ടെസ്റ്റിമോണിയൽ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് റെസിപ്പി ട്രൈ ചെയ്താലും ഫോട്ടോ എടുത്ത് അയച്ചു തരിക. അപ്പോൾ അതെല്ലാം ഞാൻ ടെസ്റ്റിമോണിയൽ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്